إذا كان يوم القيامة أمر الله جبريل أن يبعث بعثنا. അന്ത്യനാളാകുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ജിബ്രീൽ അലൈഹിസ്സലാമിനെ വിളിച്ചിട്ട് സ്വർഗത്തിലേക്കും നരകത്തിലേക്കുമുള്ള ആളുകളെ തയ്യാറാക്കാൻ വേണ്ടി പറയും. അപ്പോൾ ജിബ്രീൽ ചോദിക്കും, എത്ര പേരെ സ്വർഗത്തിലേക്ക് വിടണം, എത്ര പേരെ നരകത്തിലേക്ക് വിടണം? അല്ലാഹു പറയും, 1000 ആളുകൾ എടുത്താൽ ഒരാളെ സ്വർഗത്തിലേക്ക് വിടുക, 999 ആളുകളെ നരകത്തിലേക്ക് വിടാൻ വേണ്ടി പറയും. സ്വർഗവും നരകവും തമ്മിൽ ഒരിക്കൽ നടക്കുന്ന ഒരു തർക്കമുണ്ട്. സ്വർഗം പറഞ്ഞു നരകത്തോട്, എന്നിൽ ദുർബലരായ മനുഷ്യരാണ് പ്രവേശിക്കുക, പാവങ്ങൾ, സാധുക്കൾ, ഭൂമിയിൽ അഹങ്കരിക്കാത്തവർ. നരകം പറഞ്ഞു, ഫിയൽ ജബ്ബാറും, എൻ്റെ അടുക്കൽ വരുന്നത് ഭൂമിയിലെ വലിയ സ്വേച്ഛാധിപതികളും അഹങ്കാരികളും ധിക്കാരികളും ഒക്കെ ആയിരിക്കും എൻ്റെ അടുക്കൽ ഉണ്ടാകുക. അങ്ങനെ സ്വർഗവും നരകവും തമ്മിൽ പരസ്പരം തർക്കിച്ചപ്പോൾ അള്ളാഹു ആ തർക്കത്തിൽ ഇടപെട്ടു. എന്നിട്ട് സ്വർഗത്തോടും നരകത്തോടും പറഞ്ഞു, അലയ്യ മെൽഹുമ, നിങ്ങൾ തർക്കിക്കണ്ട, നിങ്ങൾ പ്രശ്നം ഉണ്ടാക്കണ്ട, നിങ്ങൾ രണ്ടുപേരെ ഞാൻ നിറച്ച് തന്നേക്കാം, നിങ്ങൾക്ക് സമാധാനാവൂല എന്ന് ചോദിച്ചു. എങ്ങനെയാണ് അള്ളാഹു സ്വർഗത്തെ നരകത്തെ നിറച്ചു കൊടുക്കുക? സ്വർഗവും നരകവും ഇല്ലായിരിക്കും. അല്പം പോലും സ്ഥലം കാലിയില്ലാത്ത രീതിയിൽ അള്ളാഹു സ്വർഗത്തെ നിറയ്ക്കും, നരകത്തെ നിറയ്ക്കും. സ്വർഗം ഒരു മനുഷ്യന് അള്ളാഹു കൊടുക്കുന്നത് നരകത്തിലുള്ള അവന്റെ സീറ്റ് ഫില്ലാക്കിയിട്ടായിരിക്കും. അതായത് എല്ലാവർക്കും സ്വർഗത്തിലും സീറ്റുണ്ട്, നരകത്തിലും സീറ്റുണ്ട്. എല്ലാ മനുഷ്യർക്കും സ്വർഗത്തിലും ഒരു സീറ്റ് ഉണ്ടാവും, നരകത്തിലും സീറ്റ് ഉണ്ടാവും. നരകത്തിലേക്കൊരു നരകക്കാരനെ പ്രവേശിപ്പിച്ചു കഴിയുമ്പോൾ ഇവിടെ സ്വർഗത്തിൽ അവന്റെ സീറ്റ് കാലിയാണ്. അതേപോലെ തന്നെ നരകത്തിൽ നിന്ന് ഒരാളെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിച്ചു കഴിയുമ്പോൾ നരകത്തിൽ ഒരു സീറ്റ് കാലി ഉണ്ടാകും. അവിടെ അള്ളാഹു ചെയ്യുക, സ്വർഗത്തിൽ കാലി വരുന്ന സീറ്റുകളിലേക്ക് വേണ്ടി അള്ളാഹു തആല പ്രത്യേകമായ സൃഷ്ടികളെ സൃഷ്ടിക്കും. എന്നിട്ട് സ്വർഗത്തെ അള്ളാഹു നിറച്ചു കൊടുക്കും. നരകത്തിലേക്ക് ആളുകൾ എങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ നരകത്തോട് ചോദിക്കും, ഹലിം തലഹത്തി, നിറഞ്ഞില്ലേ, പോരേ നീ? അപ്പോൾ നരകം പറയും, ഹൽമിൽ മസീദ്, ഇനിയും കൊള്ളും, പോരട്ടെ പോരട്ടെ എന്ന് പറയും. വീണ്ടും അള്ളാഹു ആളുകളെ ഇട്ടുകൊടുത്ത് നരകത്തിലേക്ക് ഇട്ടുകൊടുത്തോണ്ടിരിക്കും. എത്ര ചോദിച്ചാലും നരകം പറയുക, ഹൽമിൻ മസീദ്, ഇനി ഉണ്ടെങ്കിൽ പോരട്ടെ, ഇനിയും എന്നിൽ സ്ഥലമുണ്ട് എന്ന് നരകം പറയും. അവസാനം നരകവാസികളെല്ലാം അവസാനിച്ചു കഴിയുമ്പോഴും നരകത്തിൽ സീറ്റ് കാലിയാണ്. റസൂലുള്ളാഹി പറഞ്ഞു, ഫഅലഹു ഖദമഹു, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ കാൽപാദത്തെ നരകത്തിലേക്ക് വെക്കും. എന്നിട്ട് ചോദിക്കും, ഇനി മതിയായില്ലേ, നീ നിറഞ്ഞില്ലെന്ന് ചോദിക്കും. അപ്പോൾ നരകം പറയും, ഖത്ത്, മതി മതി, ഞാൻ നിറഞ്ഞിട്ടുണ്ട് എന്ന് പറയും. അങ്ങനെ സ്വർഗത്തെയും അല്ലാഹു തആല നിറച്ചു കൊടുക്കും, നരകത്തെയും അല്ലാഹു തആല നിറച്ചു കൊടുക്കും. ഒരു സ്ഥലം പോലും അതിനകത്ത് കാലി ഉണ്ടാകില്ല. അപ്പൊ സ്വർഗത്തിലേക്ക് എത്തുന്ന ആളുകളാണിത്, നരകത്തിലേക്ക് പോകുന്ന ആളുകളുടെയും എണ്ണമാണ് ഞാൻ ഈ പറഞ്ഞത്. നമ്മൾ പരിശ്രമിക്കേണ്ടത് സ്വർഗത്തിലെത്താനും നരകത്തിൽ രക്ഷപ്പെടാനുമാണ്. അതിന് നമ്മൾ പണിയെടുക്കേണ്ട സമയമാണ്. പ്രത്യേകിച്ചും നരകമോചനം പടച്ചവനോട് ചോദിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ദിനരാത്രങ്ങളാണ്. അല്ലാഹു തആല നമുക്ക് എല്ലാവർക്കും ആ നരകത്തിലുള്ള മോചനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ അല്ലാഹു നമ്മെ എല്ലാവരെയും അവന്റെ ഹബീബിനോട് പ്രവേശിപ്പിക്കുമാറാകട്ടെ. സുബ്ഹാനല്ലാഹി വബിഹംദിഹി, സുബ്ഹാനല്ലാഹി വബിഹംദിഹി, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ല